ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് അതിരാവിലെ ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിയേക്കുന്നത് നമുക്കിന്നൊരു ഷൂട്ടുണ്ട്. അപ്പോൾ ഷൂട്ടിന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ വണ്ടിക്ക് പെട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് നീങ്ങുള്ളൂ, അറിയാമല്ലോ. അപ്പോൾ ആദ്യം പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് കയറി. അത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് ഇത് ഞങ്ങളൊരു ഉള്ളിലോട്ടാണ്, ഒരു പാറയുടെ മണ്ടയിലാണ് നമ്മൾ പോയത്. അപ്പം ആ പോകുന്ന വഴിക്ക് നല്ല സീനറിയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടുത്തെ പാറയിൽ കൂടെയൊക്കെ കയറി കുറച്ച് അഡ്വഞ്ചറായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. പിന്നെ അതൊക്കെ കയറി പതിയെ പതിയെ മുകളിലോട്ടെത്തി. ഞങ്ങൾ പിന്നെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് ഇതൊക്കെ ഭയങ്കര രസമായിട്ടാണ് ഞങ്ങൾ പോയത്. എല്ലാവരും കൂടെ പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ചാണ് പോയത്. ഒരു ഷൂട്ടിൻ്റെ വൈബല്ലായിരുന്നു, ഒരു ട്രിപ്പ് വൈബ് തന്നെയായിരുന്നു അന്ന്. എന്താ ഓർഡർ ചെയ്തത്? ഞങ്ങക്ക് ലൈറ്റ് പോയി ഇൻട്രോവേർട്ടായിട്ട് എല്ലാവരും വിളിച്ചിരിക്കുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി നേരെ നമ്മുടെ സ്പോട്ടിലോട്ട് പോവാണ്, ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ട് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് അത്യാവശ്യം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 2 മണിക്കൂർ ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു. ഗൈസ്, അപ്പോൾ നമ്മൾ വി ഫൈനലി റീച്ച്ഡ് തെന്മല. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ തെന്മല എത്തിയിട്ടുണ്ട്. യെസ്, ഇവിടെയാണ് നമുക്കിന്ന് ഷൂട്ട്. ഞങ്ങൾ ഇത്രയും ട്രാവൽ ചെയ്ത് അവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല വെയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ വെയിലായതുകൊണ്ട് കുടയോ ഒന്നും കൊണ്ടുവരാത്തതുകൊണ്ട് തന്നെ ഒരു തൊപ്പി വാങ്ങി. ഗൈസ്, ഞങ്ങൾ ഒരുപോലെ തൊപ്പി മേടിച്ചു. വെയിലാണ്, ഒരുപോലെ ഇരിക്കുന്നല്ലേ നമ്മളെ കാണാൻ. അപ്പോൾ ഇതാ ഈ പുറകിൽ കാണുന്ന 2 പേരാണ് നമ്മുടെ ക്യാമറാമേനോനും പിന്നെ ഡയറക്ടറും. അപ്പം പിന്നെ ബാക്കി 2 പേരും കൂടെ ഉണ്ട്, അവർ പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ ചൂസ് ചെയ്തത്. അപ്പം ആദ്യം നമ്മൾ ഓരോരുത്തർ ഷോർട്ടായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കഷൻസ് ചെയ്തു. നമ്മൾ ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു, പക്ഷേ അവിടെ ചെന്നിട്ട് എല്ലാം കയ്യിൽ നിന്ന് പോയി, പിന്നെ ഒന്നേന്ന് എല്ലാം ചെയ്യേണ്ടി വന്നു. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ തൊട്ടടുത്ത് കണ്ട ചേട്ടൻ്റെ കടയിൽ കയറി ഓരോ സർബത്ത് കുടിച്ചിട്ട് നേരെ അടുത്ത ലൊക്കേഷനിലോട്ട് പോയി. ഒരു 3-4 കണ്ടൻറ്റ് എടുത്തത് കൊണ്ട് തന്നെ ഞങ്ങളുടെ 2 പേരുടെയും മുഖത്ത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇതൊരു ബ്രിഡ്ജാണ്, ഇതിൻ്റെ പേര് നമുക്കറിയത്തില്ല, പോയ വഴിക്ക് കണ്ടപ്പോഴത്തേക്ക് ഇറങ്ങിയതാണ്. പിന്നെ അത്യാവശ്യം ഇതിൻ്റെ സീനറിയും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇത് ഞങ്ങൾ റിഹേഴ്സൽ ചെയ്യുന്നതാണ്. റിഹേഴ്സലൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഒരു 3-4 കണ്ടൻറ്റൊക്കെ എടുത്തു. കണ്ടൻറ്റൊക്കെ എടുത്തിട്ട് ഓക്കെ, സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് നമ്മളെല്ലാവരും പോയത്. ഈ കാണുന്നത് നമുക്ക് നമ്മുടെ ഡയറക്ടർ അഭിനയിച്ച് കാണിച്ചു തരുന്നതാണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഞങ്ങൾ കാണിച്ച പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ബൈ.